എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത് തൃക്കാർത്തികയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. ഏത് ദേവനെ അല്ലെങ്കിൽ ഏത് ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കണം, എങ്ങനെയാണ് കാർത്തിക ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് നാമം ജപിച്ചാലാണ് ഏറ്റവും പുണ്യം, അല്ലെങ്കിൽ കാർത്തികയ്ക്ക് നമ്മൾ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ പ്രാവശ്യം തൃക്കാർത്തിക വരുന്നത് ഡിസംബർ 4-നാണ്. 2025 ഡിസംബർ 4-നാണ്. തൃക്കാർത്തികയുടെ തലേ ദിവസം മുതൽ തന്നെ നമ്മൾ വ്രതമെടുത്ത് വീടും പരിസരമൊക്കെ ശുദ്ധമാക്കി മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ തൃക്കാർത്തികയുടെ അന്ന് രാവിലെ കുളിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ പോയി അവിടുന്ന് തീർത്ഥമൊക്കെ സേവിച്ചതിന് ശേഷമേ പ്രഭാത ഭക്ഷണം കഴിക്കാവൂ. അന്ന് പറ്റുമെങ്കിൽ അരിയാഹാരം കഴിക്കാതെ, അല്ലെങ്കിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച്, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ അതുപോലെ അരി തീരെ ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മൾ മനസ്സിനെയും ശരീരത്തെയും ദേവിയിലേക്ക് ആവാഹിച്ച്, അല്ലെ ദേവിയെ മനസ്സിൽ വിചാരിച്ച് നാമം ജപിച്ചിരിക്കണം. ദേവീ മഹാത്മ്യം അന്ന് മുഴുവനായിട്ട് വായിച്ചു തീർക്കുകയാണെങ്കിൽ ഏറ്റവും പുണ്യമായിട്ട് കരുതുന്നുണ്ട്. അതുപോലെ ലളിതാ സഹസ്രനാമം ജപിക്കുക, ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ഈ തൃക്കാർത്തിക ദിവസം ഏറ്റവും നല്ലതാണ്. തിന്മയിൽ നിന്നും നന്മയിലേക്ക് ജയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മി അവതരിച്ച ദിവസമാണ് തൃക്കാർത്തിക. അപ്പോൾ മഹാലക്ഷ്മി പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ സർവ്വ ഐശ്വര്യത്തിനും സർവ്വ മംഗളകാര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് മഹാലക്ഷ്മി. മഹാവിഷ്ണുവിൻ്റെ കൂടെ വസിക്കുന്ന മഹാലക്ഷ്മി ഉണ്ടെങ്കിലേ ഏതൊരു ഗൃഹത്തിലും ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മഹാലക്ഷ്മിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലോ മഹാലക്ഷ്മിയുടെ ക്ഷേത്രങ്ങളിലോ ഒക്കെ പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഏറ്റവും നല്ലതാണ് തൃക്കാർത്തിക ദിവസം. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രാധാന്യം കൂടെയുണ്ട് തൃക്കാർത്തികയ്ക്ക്. ഉദയനാപുരത്ത് അമ്പലത്തിലൊക്കെ നമുക്കറിയാം, വൈക്കം ഉദയനാപുരമൊക്കെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വളരെ വിശേഷമുള്ളൊരു അമ്പലമാണ് സുബ്രഹ്മണ്യ സ്വാമി. അവിടെയൊക്കെ തൃക്കാർത്തിക ഉത്സവമായിട്ടാണ് കൊടിയേറിയിട്ടുള്ള ഉത്സവം. തൃക്കാർത്തികയ്ക്ക് മുമ്പേ കൊടിയേറി ആ ഒരു തൃക്കാർത്തിക ഉത്സവമായിട്ടാണ് അവിടെയൊക്കെ കൊണ്ടാടുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് കൂടെ പ്രാധാന്യമുണ്ട് തൃക്കാർത്തികയ്ക്ക്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ആ ഒരു പരിസരത്തൊക്കെ ഉള്ള ആൾക്കാരാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉദയനാവൃത്തപ്പനെയൊക്കെ പോയി തൊഴുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. വൈക്കത്തപ്പനെ തൊഴുതാലുള്ള ഗുണം കിട്ടണമെങ്കിൽ ഉദയനാവൃത്തപ്പനെയും കൂടെ തൊഴണം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തൃക്കാർത്തികയ്ക്ക് സുബ്രഹ്മണ്യ സ്വാമിക്കും കാർത്തികേയനും പ്രാധാന്യമുണ്ട്. അതുപോലെ മഹാലക്ഷ്മിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് ദേവീ മഹാത്മ്യവും പിന്നെ ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുകയും സർവമംഗളമംഗല്യേ എന്നുള്ള ദേവിയുടെ മന്ത്രം ജപിക്കുക, അല്ലെ ദുർഗാ സപ്തശ്ലോകിയൊക്കെ ജപിക്കുക. ഒരു ദിവസം കൊണ്ട് ദേവീ മഹാത്മ്യം ഒക്കെ വായിച്ച് മുഴുവനാക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ വിചാരിച്ച ആ കാര്യമൊക്കെ നടന്നു കിട്ടാനും ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്ത് ഒക്കെ വരും. അതുകൂടാതെ കടം മാറാൻ ഏറ്റവും പ്രധാനം അതാണല്ലോ. കടം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഉള്ള കടമൊക്കെ മാറിക്കിട്ടാൻ, സമ്പത്ത് വരാൻ ഏറ്റവും പ്രാർത്ഥിക്കേണ്ട ഒരു ദേവതയാണ്, അല്ലെ ദേവിയാണ് മഹാലക്ഷ്മി. സമ്പത്ത് നമ്മളെ വീട്ടിലേക്ക് വരണമെങ്കിൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക തന്നെ വേണം. അപ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവാനും കടങ്ങളൊക്കെ മാറാനും ഏറ്റവും പ്രാധാന്യമാണ് തൃക്കാർത്തികയ്ക്ക് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് സർവ്വ ഐശ്വര്യവും വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാവാനും ഒക്കെ പ്രാർത്ഥിക്കാവുന്ന ദിവസമാണ് തൃക്കാർത്തിക. അപ്പോൾ വൈകുന്നേരങ്ങളിൽ മഹാലക്ഷ്മിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലൊക്കെ നമ്മൾ വിളക്കൊക്കെ കൊളുത്തി വെക്കുന്നത്. അപ്പോൾ തലേ ദിവസം മുതൽ എല്ലാ പരിസരമൊക്കെ വൃത്തിയാക്കി വെച്ച് വേണം മഹാലക്ഷ്മിയെ നമ്മൾ ആനയിക്കാൻ, സ്വീകരിക്കാൻ. അതുകൂടാതെ നാമം ജപിക്കണം, മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് മഹാലക്ഷ്മി വരുള്ളൂ. മഹാലക്ഷ്മി വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. നമ്മൾ കുചേലൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? മഹാവിഷ്ണുവിൻ്റെ അല്ലെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക്
അവിടെ എല്ലാ ഐശ്വര്യവും വന്നു ചേർന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ മഹാലക്ഷ്മി പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും നല്ല ദിവസമാണ് തൃക്കാർത്തിക. എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മഹാലക്ഷ്മിയെ. മഹാലക്ഷ്മി അഷ്ടോത്തരവും ജപിക്കുക കേട്ടോ, അതിനും വളരെ പ്രാധാന്യമുണ്ട്. എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, സുബ്രഹ്മണ്യ സ്വാമിയുടെയും.